ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ കിഴക്കോട്ട് മൂന്നിലെ റൂട്ടിലേക്ക് യാത്ര ചെയ്താൽ കട്ടിക്കൽ വാട്ടർഫോൾസ്, കട്ടിക്കൽ വെള്ളച്ചാട്ടം എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്തെത്താം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് വെയിലിൻ്റെ സമയമായതുകൊണ്ട്, സമ്മർ സീസൺ ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കുറച്ച് കുറവാണ്. ഇത് ആക്ച്വലി വളരെ മുകളിൽ നിന്നുമാണ് ഈ വെള്ളം വരുന്നത്. എൻ്റെ കൈ കണ്ടോ, അവിടെ നിന്നും മുകളിൽ നിന്നും, അതായത് ഈ പറയുന്ന ഇല്ലിക്കല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി ഇവിടെ നിന്ന് ചാടി താഴേക്ക് വന്ന് ഇതിലേക്കൂടെ ഒഴുകി നേരെ അങ്ങ് താഴേക്ക് പോവുക. ഇത് അങ്ങ് പോവുക, ഇതിലങ്ങ് ഇറങ്ങി സാധനം അങ്ങ് തൊടുപുഴയിൽ ചെന്ന് കയറും. പിന്നെ ഇവിടുത്തെ വ്യൂ അതിമനോഹരമായ വ്യൂ ആണ്. ഈ പ്രകൃതി പശ്ചാത്തലവും അതൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം പിന്നെ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി. മനോഹരമായ ഒരു വാട്ടർഫോൾസ്. പിന്നെ ഇവിടെ അസാധ്യമായ കാറ്റാണ്. വിളിച്ചൊക്കെ വാട്ടർഫോൾസിൽ കൈമ്പോക്കിയിരിക്കുന്നു. അസാധ്യമായ കാറ്റാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ശബ്ദത്തിന് തന്നെ ഒരു വ്യത്യാസം വരും. ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എവിടെ നിന്നാണ് കൃത്യമായിട്ട് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആ മൂലയിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ഇല്ലിക്കൽ കല്ല് എയിം ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടെ രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് കോട്ടയം കയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9:10 കൂടെ നമുക്ക് ഇല്ലിക്കക്കല്ലിൽ എത്തുവാൻ സാധിക്കും. ഇല്ലിക്കക്കല്ലിൽ ഒരു 2 മണിക്കൂർ ചിലവഴിക്കാനുള്ളതുണ്ട്. അതിനുശേഷം ഒരു 1 മണിയോടുകൂടെ ഈ വാട്ടർഫോൾസിൽ വന്ന് ഇവിടെ കുറച്ച് കണ്ടതിന് ശേഷം ഇവിടെ 1/2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും വാഗമണ്ണ്, ഇവിടെ നിന്ന് കുറച്ചടുത്ത ഒരു 20 കിലോമീറ്റർ ഉള്ളൂ വാഗമണ്ണ്. ഒരു 1 അവർ 1 മണിക്കൂർ 15 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ വാഗമണ്ണിലെത്താം. വാഗമണ്ണിൽ കണ്ട് അവിടെ സ്റ്റേ ചെയ്യുകയോ അത്യാവശ്യം പിന്നെ ഹോം സ്റ്റേ ഒക്കെ എടുത്ത് അവിടെ താമസിക്കുകയോ, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് കാണാനുള്ളതെല്ലാം കണ്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതുമെല്ലാം കണ്ടതിന് ശേഷം തിരികെ നിങ്ങൾക്ക് എവിടെ നിന്ന് പുറപ്പെട്ടോ, കോട്ടയത്തിനാണെങ്കിൽ കോട്ടയത്ത്, കുടമാളൂരാണെങ്കിൽ കുടമാളൂർ, അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നല്ല സ്ഥലമാണ്. ഇതും ആക്ച്വലി ഇതുപോലെ തന്നെയാണ്. അത്യാവശ്യം സ്റ്റീപ്പാണ്. നമ്മളിങ്ങനെ ഇറങ്ങി പോകണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറങ്ങി പോകുന്നതിന് കുഴപ്പമില്ല, കയറി വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഇറങ്ങുന്നില്ല, ഒരു അല്പം കൂടെ താഴോട്ട് ഇറങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഒരു സമ്മർ ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അത്യാവശ്യം ശബ്ദം വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ അത്രയ്ക്ക് വലിയ വെള്ളച്ചാട്ടം എന്ന് പറയാനൊക്കത്തില്ല. എന്നാൽ വെള്ളച്ചാട്ടം എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ വെള്ളം ശക്തിയായിട്ട് ചാടുന്നുമുണ്ട്. ഇത് താഴേക്ക് പോകാം കേട്ടോ. താഴേക്ക് പോയാൽ കുറച്ചും കൂടെ ഏകദേശം ഒരു 400 മീറ്റർ താഴെ പോയാൽ പിന്നെ ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. താഴേക്ക് പോയാൽ അവിടെ ആളുകളൊക്കെ എനിക്കൊന്ന് താഴെ പോയാൽ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ ഇല്ലിക്കൽ കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറിയത് കൊണ്ട് ഇനി ഇതിൻ്റെ താഴേക്ക് പോയാൽ കയറി വരാൻ പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് താഴേക്ക് പോകുന്നില്ല. ഇതൊരു നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ്. വശ്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന മലയുടെ അടിവാരങ്ങൾ കാണാൻ കഴിയും. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, ചന്ദനക്കാടുകൾ ആണെന്ന് തോന്നുന്നു. ഉതി, മഹാഗണി, കരിവേലകം, കരിമരുത്, അങ്ങനെ കാട്ടുചെടികൾ, ഔഷധ സസ്യങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കോട്ടയം ജില്ലയുടെ ഒരു പ്രാന്തപ്രദേശം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വാഗമണ്ണ്, ഇല്ലിക്കൽ കല്ല്, കട്ടിക്കൽ വാട്ടർഫോൾസ് ഈ 3 കൂടെ ഒരുമിച്ച് ചേർത്ത് പ്ലാൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് അരുവിത്തറ വെള്ളച്ചാട്ടവുമുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, സൈനിങ് ഓഫ്, ഷാംസ് മീഡിയ. ഗോഡ് ബ്ലെസ് യു.